ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 6 മത്സരങ്ങൾ കളിച്ചിട്ട് 5 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കേവലം 1 പോയിന്റ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് കാറ്റ്ലയെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പകരം ആഷ്ലി വെസ്റ്റ്വുഡ് വന്നേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായ IM വിജയൻ പുതിയ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. അതായത് ഇന്ന് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഏറ്റവും മോശം പരിശീലകനാണ് ഡേവിഡ് കാറ്റ്ല എന്നാണ് IM വിജയൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ മോശം പ്രകടനത്തിന്റെ ഉത്തരവാദികൾ അത് മാനേജ്മെന്റ് കൂടിയാണ് എന്ന് ഇപ്പോൾ IM വിജയൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും, മലപ്പുറം കത്തി, ഒടുവിൽ പവനായി ശവമായി. വർഷങ്ങൾ പോയാലും മലയാളികൾ ഈ സിനിമ ഡയലോഗ് മറന്നേക്കില്ല. ഇനി ആരെങ്കിലും മറന്നാലും ചിലർ അത് ഓർമ്മിപ്പിക്കും. അടുത്തിടെയായി ഈ ഡയലോഗ് വർഷം തോറും മലയാളികളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ISLന്റെ ഈ സീസണിലും അതിന് മാറ്റമില്ല. ലീഗിലെ ഏറ്റവും മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റേത്. 13 മത്സരം മാത്രമുള്ള ലീഗിൽ 5 മത്സരങ്ങൾ തോറ്റു നിൽക്കുന്ന അവസ്ഥ അത് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭീകരമാണ്. 6 വിദേശ താരങ്ങളും വിദേശ പരിശീലകനുമുള്ള ഒരു ടീമിൽ നിന്നാണ് ഈ ഫലം എന്നതും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെ. ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഏറ്റവും മോശം പരിശീലകനാണ് ഡേവിഡ് കാറ്റ്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 6 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് മാത്രമെന്ന പട്ടിക വെച്ചല്ല ഈ വിലയിരുത്തൽ. ബ്ലാസ്റ്റേഴ്സ് പോലെ താരങ്ങൾ ഏറെയുള്ള ടീമിൽ നിന്ന് ഇതുവരെ സ്ഥിരതയുള്ള 11 കണ്ടെത്താൻ പോലും ഡേവിഡ് കാറ്റ്ലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്ര കളികൾ പൂർത്തിയാക്കിയിട്ടും കോച്ച് ഉദ്ദേശിക്കുന്ന ഗെയിം പ്ലാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈ സീസണിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. കോച്ച് മാത്രമല്ല ടീം മാനേജ്മെന്റും ഇതിന് ഉത്തരം പറയണം. വിദേശ താരങ്ങളെന്ന പേരിൽ വലിയ നിലവാരമോ ശാരീരിക ക്ഷമതയോ ഇല്ലാത്തവരെ കൊണ്ടുവരാനുള്ള തീരുമാനം തെറ്റിപ്പോയി. ടീമിന്റെ സാമ്പത്തിക വശം ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കാമെങ്കിലും കളത്തിൽ ഇറങ്ങിയാൽ ഒരു ക്ലബിൽ നിന്നും കാണികൾ പ്രതീക്ഷിക്കുന്നത് 100% തികഞ്ഞ ഫുട്ബോളാണ്. ഇതാണ് IM വിജയൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വലിയ ഒരു വിമർശനങ്ങളാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെ, ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെതിരെ, മാനേജ്മെന്റിനെതിരെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. നിലവാരം കുറഞ്ഞ വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. സാമ്പത്തികം പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്നൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനകത്ത് ഇനി കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സീസണിൽ റെലഗേഷനിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.